ഇവിടെ എന്താ നടന്നത്? നീ ഇവളും തമ്മില് വഴക്കുണ്ടായോ? ഞങ്ങൾ തമ്മിലുള്ള വഴക്കിനല്ല വൃന്ദ കരയുന്നത്. പിന്നെന്താ പ്രശ്നം? പ്രശ്നം നിങ്ങൾ തമ്മിലാണോ? വൃന്ദ പറ, എന്താ പ്രശ്നം? വൃന്ദയുടെ മനയിലുണ്ടായ പ്രശ്നമോ? മനയിലെന്താ പ്രശ്നം? മുത്തശ്ശനോ ഓപ്പോൾക്കോ വല്ല സുഖമില്ലാതായോ? നമുക്കാർക്കും ക്ഷമിക്കാൻ കഴിയാത്തൊരു പ്രവൃത്തിയാ അവിടെ നടന്നത്. അതെന്ത് പ്രവൃത്തിയാ? ആ രുദ്രനും ഫ്രണ്ട്സും കൂടി മനയിൽ കയറി ഇയാളുടെ മുത്തച്ഛനെ തല്ലി. നമ്മുടെ മുത്തശ്ശനെ രുദ്രൻ തല്ലിയോ? മുത്തശ്ശന് ദേഹത്ത് അവൻ തൊട്ടെങ്കിൽ അവനെ കൈ തല്ലി ഓടിക്കണം. വൃന്ദേ, നേരാണോടി കേട്ടത്? അവൻ മനയിൽ പോയി മുത്തശ്ശനെ തല്ലിയോ? നിന്നോടാണ് ഈ കാര്യം പറഞ്ഞത്? ഓപ്പോളാണോ? അല്ല, കേശവേട്ടനെ വിളിച്ചു പറഞ്ഞത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഓപ്പോൾ എന്താ നിന്നെ വിളിച്ച് പറയാതിരുന്നേ? ഞാൻ അറിയരുതെന്ന് ഓപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്നെ അറിയിക്കണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടാവും. രുദ്രൻ എന്തിനാ നിന്റെ മനയിൽ പോയേ? മുത്തശ്ശനെ അവൻ കൈവയ്ക്കാനുള്ള കാരണം എന്താ? അവന്മാർക്ക് ആര് വിളിച്ചിരിക്കുന്ന സ്ഥലം അറിയണം. അതിനു വേണ്ടിയിട്ട് പോയതാ. മുത്തശ്ശൻ തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പോഴേ ഇതെല്ലാം നടന്ന്. എന്നെ തേടി അവന്മാർ ഏതറ്റം വരെ പോയാലും കണ്ടെത്താനാവില്ല. അതെന്താടാ? കണ്ടെത്താൻ കഴിയാത്ത അമാനുഷിക ശക്തിയാണോ നീ? ഞാൻ ഇവിടെയല്ലേ ഒളിച്ചിരിക്കുന്നത്. ഇതൊരു അവന്മാർക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇനിയും അതിന് കഴിയില്ല. ഇത്രയും നാള് രുദ്രനും കൂട്ടരും നമ്മുടെ പിന്നാലെയായിരുന്നു. ഇപ്പൊ വൃന്ദയുടെ മന. നാളെ നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ അവന്മാരെത്തും. ഇത് തടയണം.